ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂം എക്സ്കവേറ്റർ ഷിരൂരിൽ എത്തിച്ചു. അർജുനെയും ലോറിയെയും കണ്ടെത്താനുള്ള പരിശോധന. 60 അടി താഴ്ചയിൽ വരെ മണ്ണ് മാന്താൻ ശേഷിയുള്ള ഹിറ്റാച്ചി കമ്പനിയുടെ ബൂം എക്സ്കവേറ്റർ അവിടെ NH 66 നിലയുറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ലോറിയിൽ നിന്ന് ഈ എക്സ്കവേറ്റർ പുറത്തേക്കിറക്കും. അവിടെ സ്ഥാപിച്ചതിന് ശേഷം പുഴയിൽ 60 അടി താഴ്ചയിൽ പരിശോധന നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായ ഇത്തരം മണ്ണിടിച്ചിലുകൾ ഉണ്ടാകുമ്പോൾ വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനടക്കം വലിയ ആഴത്തിൽ കുഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്കവേറ്ററാണ് ബൂം എക്സ്കവേറ്റർ എന്ന് പറയുന്നത്. നിലവിൽ ലോകത്തെ 5 കമ്പനികൾ മാത്രമാണ് ഇത്തരത്തിൽ വലിയ അത്യാധുനിക സംവിധാനങ്ങളുള്ള ബൂം എക്സ്കവേറ്ററുകൾ നിർമ്മിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ഇപ്പോൾ ഷിരൂരിൽ എത്തിച്ചിരിക്കുന്നത്. ഷിരൂരിൽ അല്പസമയത്തിനകം തന്നെ ഈ പരിശോധന ആരംഭിക്കും. ഈ മണ്ണ് കുഴിക്കൽ തുടങ്ങും. നേരത്തെ റഡാർ പരിശോധനയിലും ഒപ്പം തന്നെ സോണാർ പരിശോധനയിലും സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് പരിശോധന നടത്തുക. നിലവിൽ കരയിൽ ഉള്ള മണ്ണ് നീക്കൽ പ്രക്രിയ പൂർണ്ണമായും കഴിഞ്ഞ ദിവസം തന്നെ അവസാനിപ്പിച്ചിരുന്നു. ഇനി പുഴയിൽ തന്നെ ഉണ്ട് അർജുനും ലോറിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ, നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആ പരിശോധന നടത്തുന്ന വിദഗ്ധരടക്കം കരുതുകയും ചെയ്യുന്നത്. ഏതായാലും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ഷിരൂരിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇനി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ ലോറിയിൽ നിന്ന് ഈ ബൂം എക്സ്കവേറ്റർ പുറത്ത് സ്ഥാപിച്ചതിന് ശേഷം ഈ മണ്ണ് മാന്തൽ പ്രക്രിയ ആരംഭിക്കും അല്ലേ? തീർച്ചയായും ബൂം ഇവിടെ ഈ സ്ഥലത്ത്, അപകടം നടന്ന സ്ഥലത്ത്, മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അത് ഈ ഹിറ്റാച്ചിയുടെ ഈ ബൂം ഈ ലോറിയിൽ നിന്നും പുറത്തിറക്കിയതിന് ശേഷമായിരിക്കും, അതിൻ്റെ സുരക്ഷയെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് മണ്ണ് മാന്താൻ തുടങ്ങുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് കയർ ഉപയോഗിച്ച്, റോപ്പ് ഉപയോഗിച്ച് ചില അതിൻ്റെ ബലമെല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഈ തിരച്ചിലിലേക്ക്, മണ്ണ് മാറ്റുന്നതിലേക്ക് കടക്കൂ എന്നുള്ളതാണ് ഇന്നലെ MLA വ്യക്തമാക്കിയിരുന്നത്. എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഉറപ്പുവരുത്തി മാത്രമേ മണ്ണ് മാന്താൻ കഴിയുകയുള്ളൂ. കാരണം മണ്ണ് ഇളകിക്കിടക്കുന്ന മണ്ണുണ്ട്, റോഡ് സൈഡിലായി മണ്ണ് ഈ പുഴയിലേക്ക് വീണ് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റേണ്ടത്. ഏതായാലും തത്സമയം തന്നെ ഈ ബോട്ട് നദിയിൽ ഏതാണ്ട് അവിടേക്ക് എത്തുന്നുണ്ട്. ഭൂമി റോഡിൽ നിർത്തിയിട്ടതിന് താഴ്ഭാഗത്തേക്ക് ഈ ബോട്ടിൽ ഇപ്പോൾ നേവിയുടെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെയും സേനാ അംഗങ്ങളുമാണ് അവിടേക്ക് എത്തുന്നത്. കൃത്യമായി സ്ഥലം ഉൾപ്പെടെ പരിശോധിച്ച് ആ സ്ഥലത്ത് ഈ മണ്ണെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മണ്ണെടുക്കുന്ന പ്രവൃത്തി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇന്നലെ തന്നെ ഇതിൻ്റെ സാങ്കേതികപരമായ തത്സമയ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ എക്സ്കവേറ്ററിൻ്റെ ആം എന്ന് പറയുന്ന ഭാഗം അത് 60 അടി താഴ്ചയിലേക്ക് തന്നെ പോകാൻ കഴിയുന്നതാണ്. അത് ലോറിയിൽ നിന്ന് എക്സ്കവേറ്റർ പുറത്തേക്ക് ഇറക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്കോളയിൽ നിന്ന് 1.5 മണിക്കൂർ എടുത്താണ് ബൂം എക്സ്കവേറ്റർ ഷിരൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോറിയിൽ നിന്ന് എക്സ്കവേറ്റർ പുറത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം കൂടുതൽ ഈ മണ്ണ് ഇടിഞ്ഞു വീണ സ്ഥലത്ത് കൂടുതൽ ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും എക്സ്കവേറ്റർ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുക. ഇപ്പോൾ നിലവിൽ ലോറിയിൽ നിന്ന് ഈ എക്സ്കവേറ്റർ പുറത്തേക്ക് ഇറക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴയ്ക്ക് മറുകരയിൽ നിന്ന്, എതിർദിശയിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പകർത്തുന്നത്. ഈ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്കടക്കം പ്രവേശനമില്ല. നിലവിൽ കർണാടക സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും നേവിയുടെ ഉദ്യോഗസ്ഥരും മാത്രമാണ് സ്ഥലത്തുള്ളത്. കേരളത്തിൻ്റെ പ്രതിനിധിയായി KM സച്ചിൻ ദേവ് MLAയും ലിൻഡോ ജോസഫും അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കാർവാർ MLA സതീഷ് സിംഗ് സെയിൽ അപകടമുണ്ടായി 3-ാം ദിവസം മുതൽ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഉടൻ തന്നെ അവിടെ എത്തിച്ചേരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കളക്ടർക്കാണ് ആ ചുമതല നൽകിയിരുന്നത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി. ഏതായാലും ഇപ്പോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ ഈ ഷിരൂരിൽ നടത്തേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ട്രാക്കിലായിരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ അവസാനം ചെയ്യുന്നു എന്ന് തന്നെ സംശയം ഉയരുകയാണ്. ഇത്രയും വലിയൊരു അപകടമുണ്ടായിട്ട്, വലിയ മണ്ണിടിച്ചിലുണ്ടായി പുഴയിലേക്ക് മണ്ണ് വീണിട്ട് എതിർകരയിലുള്ള 7 വീടുകൾക്കടക്കം നാശനഷ്ടം സംഭവിക്കുന്നു. ഈ തിരമാലകളിൽ വെള്ളത്തിൽപ്പെട്ട് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യം, അങ്ങനെ വലിയൊരു അപകടമുണ്ടായിട്ട് കർണാടക സർക്കാർ അതിനെ തികച്ചും ലാഘവത്തോടെ കണ്ടു.
രക്ഷാപ്രവർത്തനം തുടങ്ങിയത് തന്നെ 3-ാം ദിവസം. ഒരു മലയാളി പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തെ അറിയിക്കുന്നത് 4-ാം ദിവസം. അതിനുശേഷമാണ് അവിടേക്ക് രക്ഷാപ്രവർത്തകരുടെ അടക്കം സേവനം എത്തിച്ചേരുന്നത്. ലോറി ഉടമകളടക്കം വിദഗ്ധരെ അവിടെ കൊണ്ടെത്തിക്കുന്നു. രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേരുന്നു. അതിനുശേഷവും അവരോട് ശത്രുതാ മനോഭാവമാണ് കർണാടക സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത്. വളരെ കൃത്യമായ വളരെ ഗുരുതരമായ ഒരു വീഴ്ച കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഉള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ആദ്യം ചെയ്യേണ്ട ഈ ബൂം എക്സ്കവേറ്റർ കൊണ്ട് എത്തിച്ചതിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ബൂം എക്സ്കവേറ്റർ ഏറ്റവും അത്യാധുനികമായ ആ ഉപകരണം മണ്ണുമാന്തി യന്ത്രം ഇപ്പോൾ ഷിരൂരിൽ എത്തിച്ചിട്ടുണ്ട്. അത് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപായി ലോറിയിൽ നിന്ന് ഇറക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 60 അടി താഴ്ചയിൽ വരെ വളരെ കൃത്യമായ രീതിയിൽ വളരെ വേഗതയിൽ മണ്ണ് നീക്കാൻ കഴിയുന്നതാണ് ബൂം എക്സ്കവേറ്റർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഇത്തരം എക്സ്കവേറ്ററുകൾ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. കേരളത്തിൽ ഒരുപക്ഷെ കർണാടകയിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള എക്സ്കവേറ്റർ ഇത്തരം ഒരു ദുരന്തഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്കവേറ്റർ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്ന. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നത്. സിജു, എന്താണ് ഇനി നടക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ? സിജു, ഇപ്പോൾ ഈ ബൂം എക്സ്കവേറ്റർ ഈ ലോറിയിൽ നിന്നും പുറത്തേക്ക് റോട്ടിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് പൂർത്തിയാകാറായിട്ടുണ്ട്. ഈ 60 അടി ആഴത്തിൽ ഫീറ്റ് ആഴത്തിൽ മണ്ണ് മാന്താൻ ശേഷിയുള്ള ബൂം എക്സ്കവേറ്ററാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിപ്പോൾ ലോറിയിൽ നിന്നും ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് റോഡിൽ ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും അവിടെ മണ്ണ് മാന്തുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. നേരത്തെ ഇന്നലെയെല്ലാം നേവിയുടെ സോണാർ സിഗ്നൽ ഉൾപ്പെടെ ലഭിച്ച ഭാഗത്ത് ഉൾപ്പെടെ മണ്ണ് മാന്തി പരിശോധിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എത്രത്തോളം അത് എത്ര ദൂരെ മനസ്സിലാക്കിയത്തോളം ഇത് വളരെ പെട്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കവേ തന്നെ 360 ഡിഗ്രി 360 ഡിഗ്രിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രമാണെന്ന് മനസ്സിലാകുന്നു. ആദ്യം അതിൻ്റെ ആം എന്ന് പറയുന്നത് ഇപ്പുറത്തെ വശത്തായിരുന്നു. ഇത് കറങ്ങി വീണ്ടും ലോറിയിൽ നിലയുറപ്പിച്ച ശേഷം ഇപ്പോൾ പരിപൂർണമായും ഈ എക്സ്കവേറ്റർ താഴെ ഇറക്കിയിട്ടുണ്ട്. എക്സ്കവേറ്റർ ഇപ്പോൾ ഈ ലോറിയിൽ നിന്നും താഴെ ഇറക്കിയിട്ടുണ്ട്. അത് അല്പം കൂടി മുന്നോട്ട് നീങ്ങുകയാണ്. അതായത് ഈ പറയുന്ന രീതിയിലുള്ള ഈ മൺതിട്ട രൂപപ്പെട്ടതിന് സമാന്തരമായാണ് അതേ ഈ ഭൂമി ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉറപ്പിച്ചതിന് ശേഷം ആ ഭാഗത്ത് തന്നെ കരഭാഗത്ത് തീരത്ത് ഉള്ള മണ്ണ് ആദ്യം ഈ ഭൂം ഉപയോഗിച്ച് മണ്ണ് മാന്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നദിയിലേക്ക് ഇത് കൂടുതൽ ദൂരം എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. തീരത്തോട് ചേർന്നുള്ള മണ്ണ് അടിഞ്ഞു വീണ ഭാഗത്ത് മാത്രമായിരിക്കും ഇതുപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയുക. അതിൻ്റെ ഒരു പരിധിയും കഴിഞ്ഞ്, അതായത് ഈ 60 ഫീറ്റും കഴിഞ്ഞ് അതിനിപ്പുറത്തേക്കുമാണ് മൺതിട്ട എന്ന് പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഷിരൂരിൽ ബൂം എക്സ്കവേറ്റർ ലോറിയിൽ നിന്നും താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മണ്ണുമാന്തൽ പ്രക്രിയ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുന്ന. ഏകദേശം 60 അടി താഴ്ചയിലേക്ക് വരെ മണ്ണ് മാന്താൻ കഴിയുന്ന തരത്തിലാണ് ഈ ബൂം എക്സ്കവേറ്ററിൻ്റെ രൂപകൽപ്പന. ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഏറ്റവും അഡ്വാൻസ്ഡായി ഉപയോഗിക്കുന്ന എക്സ്കവേറ്റർ കൂടിയാണിത്. ആ എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള മണ്ണുമാന്തൽ പരിശോധന അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും.